നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഒരു ദാമ്പത്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്തായിരിക്കും? വിജയത്തിനു വേണ്ടി രണ്ടുപേരുടെ ഊർജ്ജത്തെ എങ്ങനെ ഒന്നായി ചേർക്കാം? ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ കൈകോർക്കുന്ന ഈ ആശയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പല ദമ്പതികളും അവരറിയാതെ തന്നെ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒക്ക നിമിഷം ഈ ചോദ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു എനർജി ഫ്ലോയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എങ്ങോട്ടാണ് ശരിക്കും ഒഴുകുന്നത്? ഇതാണ് ശരിക്കുമുള്ള പ്രശ്നം. രണ്ടുപേർ, രണ്ട് ലക്ഷ്യങ്ങൾ, രണ്ട് വഴികൾ. ഒരാൾ മുന്നോട്ട് വലിക്കുമ്പോൾ മറ്റൊരാൾ അറിയാതെയെങ്കിലും പിന്നോട്ട് വലിക്കുന്നു. അവസാനം എന്ത് സംഭവിക്കും? ഊർജ്ജം മുഴുവൻ പാഴായി പോകും. ഒരു പുരോഗതിയുമില്ലാതെ ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ നിന്നുപോകും. ഈ സ്ലൈഡ് നോക്കൂ. ആ ആശയം വളരെ ലളിതമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആ ബാറ്ററിയുടെ ഉദാഹരണം തന്നെ എടുക്കാം. രണ്ട് ബാറ്ററികൾ ഓപ്പോസിറ്റായി കണക്ട് ചെയ്താൽ, അതായത് ഒന്നിന്റെ പോസിറ്റീവ് മറ്റേതിന്റെ പോസിറ്റീവിൽ കൊടുത്താൽ, അവ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി അതിന്റെ ശക്തി മുഴുവൻ ഇല്ലാതാക്കും. വോൾട്ടേജ് 0 ആയി പോകും. എന്നാൽ അവയെ ശരിയായ ദിശയിൽ സീരീസായി ഘടിപ്പിച്ചാലോ ശക്തി ഇരട്ടിയാകും. ബന്ധങ്ങളിലും ഇതുതന്നെയാണ് സത്യം. അപ്പോൾ ശരിയായ ദിശയെ നമ്മൾ ഒന്നിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ഒരു ഭയങ്കരമായ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെയാണ് ശരിക്കുമുള്ള മാജിക്. നമ്മൾ സംസാരിക്കുന്നത് വെറും കണക്കിനെക്കുറിച്ചല്ല. അതായത് 1+1 2 എന്ന സിമ്പിൾ കണക്കല്ല ഇത്. ഹ്യൂമൻ ഇലക്ട്രിസിറ്റി അഥവാ മാനുഷിക വൈദ്യുതി എന്ന ഈ ആശയം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. അതെ, അത് വെറുതെ കൂടുകയല്ല, മറിച്ച് പല മടങ്ങായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പങ്കാളിയുടെ ശക്തിയും ഒന്നിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ഒരു പുതിയ ഊർജ്ജമായിട്ട് മാറും. ഈ ആശയം കേവലമൊരു സൈക്കോളജിക്കൽ ടിപ്പ് മാത്രമല്ല. നമ്മുടെ പുരാതനമായ ജ്ഞാനത്തില് ഇതിന് വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ തലം കൂടിയുണ്ട്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ആശയത്തെ വിവരിച്ചിരിക്കുന്നതല്ലേ. ഒരു കറണ്ടിന്റെ രണ്ട് ധ്രുവങ്ങൾ ഒന്നിക്കുമ്പോൾ ഒരു ദിവ്യപ്രകാശം ജനിക്കുന്നു. അതാണ് യോജിപ്പിന്റെ യഥാർത്ഥ ശക്തി. ഈ ദിവ്യപ്രകാശത്തെയാണ് തേജസ് എന്ന് വിളിക്കുന്നത്. ഇത് വെറുമൊരു സങ്കല്പമല്ല കേട്ടോ, മറിച്ച് ആഴത്തിലുള്ള യോജിപ്പിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരുതരം സംരക്ഷണ കവചമാണ്. ഒരു പ്രത്യേകതരം പോസിറ്റീവ് എനർജിയാണ്. ഈ തേജസ് നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്ന ഗുണങ്ങൾ നോക്കൂ. ഇത് അസുഖങ്ങളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, അതുപോലെ പുറത്തുനിന്നുള്ള എല്ലാത്തരം നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും ഒരു കോട്ട പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ എന്ത് എന്ന് മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെ എന്നതാണല്ലേ. എങ്ങനെ ഈ അവസ്ഥയിലേക്ക് നമുക്കെത്താൻ സാധിക്കും? അതിനുള്ളൊരു പ്രാക്ടിക്കൽ വഴിയാണിത്. ഈ വ്യായാമത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയാൻ ഇതിലും നല്ലൊരു ഉപമ വേറെയില്ല. ചിതറിത്തെറിച്ചു പോകുന്ന പ്രകാശത്തിന് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിനെ ഒരു ലേസർ രശ്മിയായി ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിന് കഠിനമായ എന്തിനേയും മുറിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെയാണ് ഈ സമന്വയവും. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദിവസവും വെറും 7 മിനിറ്റ് മതി. ഈ 4 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, ഒരുമിച്ച് നിശബ്ദമായിരിക്കുക. ആ സമയത്ത് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് മനസ്സിനെ ശാന്തമാക്കാനാണ് ശ്രമിക്കേണ്ടത്. രണ്ടാമതായി, കൈകൾ കോർത്തുപിടിച്ച് ആ എനർജി സർക്യൂട്ട് പൂർത്തിയാക്കുക. മൂന്നാമതായി, ഒരേ താളത്തിൽ ഒരുമിച്ച് ശ്വാസമെടുക്കുക. അവസാനമായി, ഒരു ടീം എന്ന നിലയിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ലക്ഷ്യം ഒരുമിച്ച് മനസ്സിൽ കാണുക. അപ്പോൾ ഈയൊരു വ്യായാമം നമ്മുടെ ഒരു ശീലമായി കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ മാറും? ആ ഒരു ഏകീകൃത പ്രവാഹത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു അതിശയോക്തിയായിട്ട് തോന്നാം, പക്ഷേ സത്യമാണ്. നിങ്ങളുടെ ഊർജ്ജം ഒന്നായി ചേർന്ന് ഒരു ദിശയിലേക്ക് ഒഴുകി തുടങ്ങുമ്പോൾ മുൻപ് അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങൾ പോലും വളരെ സ്വാഭാവികമായി ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിവരും. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുന്നത് കാണാം. വീട്ടിലെ ആ ഒരു പോസിറ്റീവ് അന്തരീക്ഷം കുട്ടികളുടെ വളർച്ചയെ നല്ല രീതിയിൽ സ്വാധീനിക്കും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടേണ്ടി വരില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെ തനിച്ചു നേരിടുന്ന രണ്ട് വ്യക്തികളെന്ന അവസ്ഥ പതിയെ ഇല്ലാതാവും. ഇതാണ് ആത്യന്തികമായ യാഥാർത്ഥ്യം. നിങ്ങളിപ്പോൾ രണ്ടല്ല, ഒന്നാണ്. മനോഹരമായ ഒരു ജീവിതം ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരൊറ്റ അതിശക്തമായ ഊർജ്ജസ്രോതസ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ അപാരമായ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവനയിലുള്ള ഏത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഒരുമിച്ച് നിർമ്മിക്കാൻ പോകുന്നത്? ആ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്.